കമ്മീഷൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ബുൾഷിറ്റ്. എന്റെ ദൈവമേ, എന്റെ മോൻ എന്റെ വീടിന്റെ ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് ജീപ്പേന്ന് ചാടി ഇറങ്ങിട്ട് ഈ ഡയലോഗ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ എന്റെ വില എന്താവും, വീട്ടുകാരുടെ മുമ്പിൽ എന്റെ വില എന്താവും. ഞാൻ അടിച്ച് പൊളിക്കും ഞാൻ. ദൈവമേ, എന്റെ മോൻ കമ്മീഷണർ മറക്കരുതേ, സാധിപ്പിച്ച് തന്നേക്കണേ. നീ എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ എന്തിനാ ഇപ്പൊ ഇവിടെ കയറിയിരിക്കുന്നത്? പിന്നെ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിരിക്കണം. ഞാൻ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കണം എന്നാന്ന് ചോദിക്കുന്നത്. എന്റെ പൊന്നടിയാ, ഞാൻ നിന്റെ അടുത്ത് കുറെ ദിവസം കൊണ്ട് പറയാൻ ഫസ്റ്റ് നൈറ്റ് ആണ്. ഈ പടങ്ങളെടുത്ത് മാറ്റാറായില്ലേ നിനക്ക്? ഈ സൈസ് വർത്താനം പറഞ്ഞിട്ട് പിന്നെ എന്റെ മനസ്സറിയാതെ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെ കമ്മീഷണറും കമ്മീഷണർ സിനിമയും തമ്മിൽ എന്റെ ബന്ധം എന്താണെന്ന് അളിയനറിയില്ലേ? എന്റെ മനസ്സിലലിഞ്ഞു ചേർന്നേക്കല്ലേ കമ്മീഷൻ സിനിമ. എന്റെ പൊന്നേട്ടാ, ഇവനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവ ഇതിന്ന് വിട്ടു പോയില്ലെന്ന്. ഞാൻ പോവില്ല. ഇവന്റെ ജീവിതം മുഴുവൻ ഈ കമ്മീഷണർ സിനിമയാ. എനിക്ക് നിങ്ങളൊന്ന് പോയി തരാം. അതെ, പിന്നെ ഞാൻ സംഭവം വേറൊന്നുമല്ല. ഞാൻ ഇവിടെ കെട്ടുന്ന സമയത്ത് കുറച്ച് സ്ത്രീധനത്തിന്റെ കാശ് ബാലൻസ് ഉണ്ടായിരുന്നു. അതിന് അളിയന്റെ കല്യാണം കഴിഞ്ഞ ദിവസം എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ തരാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് കിട്ടി. എന്റെ അളിയ ഒന്ന് പോളിയ, എന്റെ സ്ത്രീധനം വേണമെങ്കിൽ മൊത്തം നന്നാക്കൊന്ന് ഇറങ്ങി പോകാവോളിയാ. എന്താ നീ പറഞ്ഞത്? സ്ത്രീധനം മൊത്തം തരാന്നോ? അങ്ങനെ പറ്റില്ല. നമുക്ക് അർഹതയില്ലാത്ത ചില്ലി പൈസ നമുക്ക് വേണ്ട അല്ലേ ഏട്ടാ? അല്ല, അളിയൻ സ്നേഹത്തോടെ തരും എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ വേണ്ടെന്ന് പറയും. 10-30 പവനുണ്ടല്ലോ അളിയ. അതെ, അവന്റെ അങ്ങനെ വാങ്ങിച്ച് വൃത്തി അടിക്കില്ല. അല്ല മോനെ, പിന്നെ ഒരു കാര്യം പറയാണ്ട്. എന്താടി? ഞാൻ പറയുന്നതുകൊണ്ട് നീ ഒന്നും ധരിക്കരുത്. ഫസ്റ്റ് നൈറ്റിന് ഒരു ആങ്ങളുടെ മുമ്പിൽ വന്നു വെച്ച് ഒരു പെങ്ങള് പറഞ്ഞു കേട്ടോ, എന്നോടൊന്നും ധരിക്കരുത്. നിനക്കിത് അങ്ങനെ തോന്നി? അതല്ലടാ എടാ, അപ്പുറത്തെ വീട്ടിലെ സുമേഷിന്റെ കല്യാണത്തിന് നമ്മൾ 3 പേര് പോയപ്പോ ഒരു 500 രൂപ കൊടുത്തായിരുന്നടാ. എടാ, ഇന്നലെ അവരെ വീട്ടിൽ നിന്ന് 10-12 പേര് വന്ന് ഇവിടെ വന്ന് വൃത്തിയാ വെട്ടി വിഴുങ്ങി പോയിട്ടെ വേറെ 200 രൂപയെ തന്നിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ വിളിച്ച് ചോദിക്കാതിരുന്ന് വെറുതെ വിട്ട കാര്യമുണ്ടോ? അല്ല, അവരെ വിളിച്ച് ചോദിക്കുന്നേ, ആദ്യം ഒന്ന് വിളിച്ചു ചോദിക്കും. നിനക്ക് 300 രൂപ വേണം, അത് ഞാൻ തരാം. അങ്ങനെ പറ്റില്ല, അവരെ വിളിച്ച് ചോദിച്ചേ പറ്റൂ. ഇപ്പൊ തന്നെ വിളിച്ചു ചോദിക്കണം. എന്റെ അളിയ, ഇത് എന്താ അളിയത്? എന്റെ പ്രശ്നം എനിക്ക് ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റാ. നിങ്ങൾ ചുമ്മാ പുള്ള കളിക്കരുത്. എനിക്കൊന്നും ആസ്വദിച്ച് ഉറങ്ങണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്തു പോകും. സാധാരണ നിന്റെ അടുത്ത് 10 മണിക്ക് ലൈറ്റ് ആണ് ചിക്കടേടാ. ഞങ്ങൾക്ക് ഇത്തിരി ഉറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഉറക്കം വരില്ലല്ലോ. 12-1 മണിയായാലും ഉറങ്ങത്തില്ലല്ലോ. ഇന്ന് 9 മണിയാവുന്നതിന് മുമ്പേ നിനക്ക് എന്താ ഉറക്കം എത്ര? എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? അല്ലല്ല, എന്ത് കാര്യം പറഞ്ഞിട്ട് പോയാ മതി. എന്ത് കാര്യം? കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ ഞങ്ങളുടെ വായിന്ന് ചീച്ചി വർത്താനം കേൾക്കാതെ പോ പെങ്ങളെ. എന്റെ ദൈവമേ, എന്റെ മോൻ കമ്മീഷണർ, ദൈവമേ കാത്തോണേ. സാമിയേ, ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് നൈറ്റ്. കയ്യും കാലം വരച്ചിട്ട് പാടില്ല. ഒന്നും കേറി വരണുണ്ടോ? എനിക്കൊരു ധൈര്യം. നീ വന്നേ. സാമിയാന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി സ്പീഡായാലൊന്നും കുഴപ്പമൊന്നുമില്ല. അതെ, എന്റെ മോൻ എനിക്ക് ജനിക്കാൻ പോണ കുഞ്ഞ് കമ്മീഷണർ ആയിരിക്കണം. ഇത് വല്ലതും നടക്കുവോ? നടക്കില്ലേ? നടക്കും. ഞാൻ പ്രവചിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോ? നടക്കാതിരുന്നിട്ടില്ല. സുനാമി പ്രവചിച്ചു, നടന്നില്ലേ? 2018 പ്രളയം പ്രവചിച്ചു, നടന്നില്ലേ? ഇത് ഞാൻ പ്രവചിക്കുന്നു, ഇത് നടന്നിരിക്കും. ഇത് നടന്നാ മതി. എനിക്ക് ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞ് കമ്മീഷണർ ആയിരിക്കും. എന്തിനാ മാവ ഇവിടെ നിന്ന് കുരക്കണേ? ഒന്ന് പോയിക്കൂടെ? അല്ലടാ, ഈ കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നിന്റെ ആദ്യരാത്രിയൊക്കെ ഒന്ന് കൂടിയിട്ട് പോകാമല്ലോ എന്ന അമ്മാവൻ വിചാരിച്ചു. ആദ്യരാത്രി കൂടിയിട്ട് പോകാനോ? എന്നാ അമ്മാവനൊരു ഒരു മാനേഴ്സില്ലേ അമ്മാവന്? ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നേരത്തെ ചോദിക്കണോന്ന് വിചാരിച്ചത്, ഇതേതാണ് ഈ പുള്ളി ഇവിടെ കിടന്ന് കറങ്ങുന്നത്? അത് പുള്ളിയും പാണ്ടുവൊന്നും അല്ല, പിന്നെ അത് സ്വാമിയാണ്. സ്വാമി എന്റെ ജീവിതം അതായത് പ്രവചിക്കാൻ വന്ന ആളാണ്. പുള്ളിനെ കുറിച്ച് അറിയില്ലേ? ഇല്ല. പുള്ളി ഒരു വാക്ക് പറഞ്ഞാണ് അച്ചപ്പോ അല്ല അച്ചട്ട. അമ്മാവൻ അറിയാലോ, എനിക്ക് ഒരു കമ്മീഷൻ ആവണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അവിടെ ആഗ്രഹിച്ചിരുന്ന കാര്യമില്ല. മിനിമം 10ാം ക്ലാസ്സെങ്കിലും പാസ്സാവണ്ടോ നോക്കാം. അത് അമ്മാവൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, എനിക്ക് സാധിക്കാത്ത കാര്യം എന്റെ മകനിലൂടെ എനിക്ക് സാധിക്കണം. എന്റെ മോൻ കമ്മീഷണർ ആയിരിക്കും. ഈ വീണ്ടും ഈ നടക്കാത്ത കാര്യങ്ങൾ പറയാതെ, എടാ കമ്മീഷൻ ആവുന്നതിന് ചില്ലറ പൈസ ഒന്നും അല്ല വേണ്ടത്, ധാരാളം പൈസ വേണം. നിന്റെ പാക്കറ്റ് അടിച്ച് വെച്ചപ്പോ ഉണ്ടോ പൈസ? എന്റെ അമ്മാവ എന്റെ തലയിൽ അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വാമി ഒന്ന് പറഞ്ഞു കൊടുത്ത സ്വാമി. അതായത് വത്സനൊന്നുമല്ല പുള്ളി. അല്ല, ഇന്ന് ഇദ്ദേഹത്തിന്റെ ആദ്യ രാത്രിയല്ലേ? 9:30 ധന്യമുഹൂർത്തത്തിൽ ഇദ്ദേഹത്തിന്റെ ശാന്തി മുഹൂർത്തം നടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു ആൺകുട്ടി പിറക്കും. അവൻ കമ്മീഷണർ ആയിരിക്കും. എന്റെ പൊന്നുവാനെ, ഇത് ഒരു വലിയ കോള് തന്നെയാണ്. നമ്മളെ കുടുംബത്തിൽ കമ്മീഷൻ വന്നാ കുളിക്കുവോ? കുളിക്കൂന്ന് നോക്കിയാൽ കുളിപ്പിക്കാൻ പറ്റേക്കണ അപ്പം ചൂടാൻ പറ്റേക്കണ മാവല്ല എന്റെ കൊച്ച്. കമ്മീഷണർ എടാ, അതല്ലെന്ന് പറഞ്ഞത്. നമുക്കൊരു കമ്മീഷണർ ആവശ്യമല്ലയോ? കൊച്ചേ, രാത്രി 8 മണി ആയില്ലയോ? വന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. മോളെ അമ്മ ശരി. ഇന്ന് ഞാൻ അഴിച്ച് പൊളിക്കും. ഞാൻ
ഇതന്നെ സ്വാമി പോയില്ലേ? ഇന്ന് താങ്കളുടെ ആദ്യരാത്രിയല്ലേ? അതെ, അതിന് തെറ്റുകുറ്റാദികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ഒരാൾ വേണം. വേണ്ട, ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തെറ്റുകുറ്റാദികളോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഉള്ളത് വെച്ച് അച്ചട്ടാണ്. പിന്നെ വേണ്ട വേണ്ട. അത് ഒരുപാട് കൊലപാതക കേസിലെ ഒരു പ്രതിയാ, ഗുണ്ടയാ. നീ ആ പാലും തന്നെ. അയ്യോ പാല് ഞാൻ കുടിച്ചു കേട്ടാ. പാല് കുടിച്ചോ? അങ്ങനെയാണോ കാര്യം? പകുതി എനിക്ക് ഞാൻ കുടിച്ചിട്ട് പകുതി നിനക്ക് തരല്ലേ? വേദാൻ കലക്കിയ പാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അത് മൊത്തം കുടിച്ചു കേട്ടാ. മൊത്തം കുടിച്ചോ? ഒരു കാര്യം ചെയ്യാം, കുഴപ്പമില്ല. നീ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ഇങ്ങോട്ട് എടുക്കും. അയ്യോ അരച്ചരവും പാലേ ഉണ്ടായിരുന്നുള്ളൂ, അത് മൊത്തം ഞാനങ്ങ് കുടിച്ചായിരുന്നു. അത് മൊത്തം കുടിച്ചോ? നിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ചടങ്ങ് തെറ്റിക്കണ്ട. ആ ഗ്ലാസ് തന്നെ. നല്ല പാല്. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് പുറത്താണോ? അയ്യോ അതിന് പാലില്ലല്ലോ ചേട്ടാ. എടി ചടങ്ങ് തെറ്റിക്കണ്ട. ചടങ്ങ് തെറ്റിട്ട് ഇനി കമ്മീഷണർ ബ്ലോക്ക് ആവണ്ട. അത് കുടിക്കും. നല്ല പാല് ചേട്ടാ, നല്ല പാല്. ആ നേരത്തിപ്പോ എന്റെ ഉള്ളിൽ നിന്ന് ഒരു ആന്തല് വന്നായിരുന്നു കേട്ടോ. എന്നാലേ നമുക്ക് ലൈറ്റ്. അയ്യോ അയ്യോ ലേറ്റ് അടക്കല്ലേ ചേട്ടാ, എന്റെ പൊന്നു ചേട്ടാ, ലേറ്റ് അടക്കല്ലേ. എനിക്ക് ഇരുട്ട് പേടിയ ചേട്ടാ, എനിക്ക് ഇരുട്ട് പേടിയ. എനിക്ക് വെളിച്ചമാണ് ചേട്ടാ ഇഷ്ടം, വെളിച്ചമാണ് എനിക്ക് ഇഷ്ടം. വെളിച്ചമാണോ ഇഷ്ടം? വെളിച്ചമാണ് ഇഷ്ടം. അതെ, പലർക്ക് പല മൂടാ. ചിലർക്ക് വെളിച്ചത്തിലാണ് ഇഷ്ടം, ചിലർക്ക് ഇരുട്ടിലാണ് ഇഷ്ടം. എനിക്കിത് രണ്ടും പോകും. ഞാൻ ഇതിലേം പോയി നടക്കുന്നവരാണ്. ഈ നോബിയുടെ മൂക്കും വെച്ച് വലിച്ചു തന്നെ ഉള്ളിലേക്ക് കയറ്റുമോ? നിങ്ങൾക്കറിയാം എന്റെ വീട്ടുകാർ ഇന്ന് ഇവരെ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നു കയറിയ നിങ്ങൾ അമ്മ എന്നെ എന്തുമാത്രം വഴക്ക് പറഞ്ഞെന്നറിയാമോ? എന്റെ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞോ? പുതിയതായിട്ട് പുതുപ്പെണ്ണിനെ വഴക്ക് പറഞ്ഞോ? പറഞ്ഞു. എന്ത് കാര്യത്തിന്? ഒരു മീൻ ചട്ടി ചവിട്ടി പൊട്ടിച്ചേനാ. മീൻ ചട്ടി തട്ടിയിട്ട് പൊട്ടിച്ചതിന് നിന്നെ വഴക്ക് പറഞ്ഞു. ഇന്ന് ഞാൻ ആ തളൻ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ആ തളൻ ഞാൻ വൃദ്ധസാധനത്തിലാക്കും. പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട. ഒരു കഞ്ചത് കട്ടി പൊട്ടിയത് പോട്ടെ. ഞാൻ 60 70 കൊടുത്തിട്ട് 2 ചട്ടി മീൻ ചട്ടി ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കും. 60? എന്നിട്ട് നിങ്ങളുടെ തള്ള പറഞ്ഞല്ലോ ഒരുപാട് രൂപയായിരുന്നു ആ മീൻ ചട്ടിക്ക്. മീൻ ചട്ടിക്ക് അങ്ങനെ ഒരു അല്ല, നീ ഏത് മീൻ ചട്ടി ഉദ്ദേശിക്കണേ? നമ്മുടെ ഹാളിലെ മേശപ്പുറത്ത് വെച്ചിരുന്ന കണ്ണാടിയൊക്കെ ഉള്ള മീൻ ചട്ടിയില്ലേ? ദൈവമേ, 19,000 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച ഫിഷ്ടാങ്കാണോ നീ തല്ലി പൊട്ടിച്ചാൽ? നിന്റെ കണ്ണിലെ KSRTC ബസിന്റെ പോലത്തെ ഒരു കണ്ണിലടി, നിന്റെ കണ്ണിലടി തിമരാണോ? എടി നോബിച്ചി, നീ വലി നിർത്തണ്ടോ? നിന്റെ സ്വഭാവം നിനക്കറിയില്ലാത്തോണ്ടാണ് കേട്ടോ. ഇവളെ ഈ രീതിയിൽ മൂപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് നൈറ്റ് മുടങ്ങും, കമ്മീഷണർ ബ്ലോക്കാവും. മോളുസേ, ഞാനോ എൻ്റെ അമ്മയോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. എന്നാ ഒരു ഫ്രഞ്ച് കിസ്. ചേട്ടാ എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. തുടങ്ങാനോ? വരാൻ 0 വെച്ച് കളിക്കാൻ വരാനല്ലേ പറഞ്ഞപ്പോ പേനയും പേപ്പറും എടുത്തോണ്ടോ? ഫസ്റ്റ് നൈറ്റിന് 0 വെട്ടി കളിക്കാൻ? എടി നിന്റെ വീട് കന്നാലിത്തോട്ടത്താണോടി? നിനക്ക് അമ്മയും ചേച്ചിമാരൊന്നുമില്ലേ? ഞാൻ ഭർത്താവാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു തന്നിട്ടില്ലടി? പറഞ്ഞു തന്നിട്ടുണ്ട്. അവര് പറഞ്ഞു എടി ഇനി തൊട്ട് കഞ്ഞിക്കറി വെച്ച് കളിക്കാനും ഒളിച്ച് കളിക്കാനും റിങ്കും പിങ്കും ഒന്നും വരത്തില്ല, ഇനി എല്ലാത്തിനും നിന്റെ ഭർത്താവ് മാത്രമേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. ചക്ക എന്ന് പറഞ്ഞാൽ കൊക്ക് എന്ന് പറഞ്ഞൊരു പെണ്ണിയാണോ എന്റെ തലയിൽ കെട്ടി വെച്ചേക്കണേ? ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് നൈറ്റ് ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവളെ തളർത്തി കളഞ്ഞാൽ ശരിയാവില്ല. കമ്മീഷണർ, ഇതെന്റെ ആവശ്യമാണ്. ഞാൻ എങ്ങനെയെങ്കിലും മൂടാക്കി എടുത്തിട്ട് വേണം ഒരു കമ്മീഷണർ സൃഷ്ടിക്കാൻ. മോളു, നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ, അതുപോലെ ഫസ്റ്റ് നൈറ്റ്. ഈ ഫസ്റ്റ് നൈറ്റ് നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്യാമോ അത്രയും നമ്മൾ എൻജോയ് ചെയ്യണം. അയ്യോ, കുറുക്കി തന്നെ കൊണ്ട് കേട്ടോ. അയ്യോ
സംഗതി ഞാൻ വിരിച്ച വഴിയിലൂടെ വരുന്നുണ്ട്. കള്ളി നീ കഥ തുറക്ക്, കഥ തുറക്ക്. എന്റെ മോൻ കമ്മീഷണർ ജംഗ്ഷനിൽ വന്ന് ഇങ്ങനെ നിന്ന് എന്ത് ബോറായിരിക്കും. എന്താ ശബ്ദം കേട്ടെ? ആളിയാ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. എനിക്ക് എന്താ പിന്നെ സ്ട്രെയിൻ ചെയ്തോണ്ടാന്ന് തോന്നുന്നു നടുവിന് ഒരു ചെറിയൊരു വേദന. നടുവിനെ അളിയ അല്ല അല്ല ഞാനതല്ലേ ഉദ്ദേശിച്ച അളിയത് പോലെന്നേ അളിയതെ അളിയാ. ചേട്ടാ നല്ല കളിയല്ലേ, നമുക്ക് ഒരിക്കൽ കൂടെ കളിച്ചാലോ? ഒരിക്കൽ കൂടി നീ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് വന്നേക്കണാണോ നീ? എന്നാ പിന്നെ ഏണിയും പാമ്പും കളിക്കാം. ഏണിയും പാമ്പോ? അതേപോലെ മലപ്പുറം കത്തയുണ്ട്, അതെടുക്കട്ടെ. എന്നെ കുത്തി അങ്ങ് കൊല്ലി, ഇതിലും ഭേദം അതാ. അയ്യോ, എന്റെ ചേട്ടൻ മരിക്കില്ലേ? മരിക്കണം, നിന്റെ മുമ്പിൽ ഞാൻ മരിക്കണം, അതാണ് വേണ്ടത്. എന്നാ പിന്നെ കബഡി കളിച്ചാലോ? കബഡി നിന്റെ അടച്ചാറ്റ കബഡി കളിച്ചാലോ? കബഡി കളിച്ചാലോ? വൈദ്യൻ ഉദ്ദേശിച്ചതും കമ്മീഷണർ, രോഗി കൽപ്പിച്ചതും കമ്മീഷണർ. കബഡി കളിക്കുമ്പോൾ എന്നെ ഞാൻ അതേ പിടിച്ച് നുഴഞ്ഞങ്ങ് കയറി അവരെ വേറെ സ്ഥലത്തേക്ക് എത്തിക്കും. ഓക്കെ, നമുക്ക് കബഡി കളിക്കാം. പിന്നെ മോളെ വേറെ കുഴപ്പമുണ്ട്. ഈ കബഡി കളിക്കുമ്പോൾ മോൾ ഓടി വന്ന് ചേട്ടനെ പിടിക്കുമ്പോ മുറുക്ക പിടിക്കണം, ഇല്ലെങ്കിൽ ചേട്ടൻ വഴുതി പോകും. മോള് തോറ്റു പോകും. അപ്പൊ മമ്മ കബഡി കളിക്കാം. മോളെ ശരിക്കും പിടിച്ചില്ല, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ അതിലൂടെ വഴുതി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനത്തെ ചിലപ്പോൾ ദുർബല ഹൃദയം. ഒരു ചെറിയ ഗ്യാപ്പും കൂടെ ഉണ്ട്. നീ അതിങ്ങടെ അടച്ചു പിടിക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോ വഴുതി പോകാൻ സാധ്യതയുണ്ട്. അടച്ചു പിടിക്കാൻ തോമസ്. അയ്യോ അയ്യോ അയ്യോ, ഓടിവായോ 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 ഈ ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കബഡി കളിക്കാന്ന് പറഞ്ഞിട്ട് കബഡി കളിക്കാൻ വരുന്നില്ല. വൃത്തികെട്ടവന് രാത്രി മാഞ്ഞു പോയി. ഏത് രാത്രി മാഞ്ഞു പോയിടാ? എടാ പൂവമ്പഴം പോലൊരു പെങ്കൊച്ചനെ കെട്ടിച്ച് തന്നിട്ട് നീ കബഡി കളിക്കുന്നോടാ. എടാ ആണുങ്ങളെ പേര് കറയിപ്പിക്കാനായിട്ട്. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്, ശാന്തി മുഹൂർത്തമാണ്. എനിക്ക് കമ്മീഷണറായ ഒരു മോനെ വേണം. നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തു പോയി തരാം പ്ലീസ്. നിന്റെ അടുത്ത് എത്ര മണിക്കാ ശാന്തി മുഹൂർത്തം? എന്റെ അടുത്ത് 9:30 സമയം പറഞ്ഞു. 9:30 പറഞ്ഞേ. മണി ഇപ്പൊ 10 നിന്റെ ശാന്തി മുഹൂർത്തം തെറ്റി. അയ്യോ, അപ്പൊ എന്റെ കമ്മീഷണർ മോൻ ഇവിടെ ഉണ്ടാവില്ലേ? എന്താ അക്രമേ പറഞ്ഞ? എടി പൂതനെ, എടി നിന്നോട് വർത്താനം പറഞ്ഞ് 2 മണിക്കൂർ പോയി. എനിക്ക് വയ്യ. എന്റെ കമ്മീഷണർ കൊച്ചിന്റെ അവസ്ഥ എന്താവും? എനിക്ക് വയ്യ. എങ്ങോട്ട് പോട്ടേന്ന് ഇറങ്ങേ? എല്ലാരും ഇറങ്ങ, ഒന്നിറങ്ങിത്താ. സമയം പൊക്കോണ്ടിരിക്കുക. എല്ലാരും ഒന്നിറങ്ങി. സമയം പോയി തന്നെ കാര്യം ഉണ്ടാവോ? എടാ നിന്റെ ശാന്തി മുഹൂർത്തത്തിന്റെ സമയം തെറ്റിയില്ലയോ? ഇനി ഞങ്ങൾ ഇറങ്ങിട്ട് എന്തുവാണ് ഇവിടെ കാര്യം? എന്റെ മോനെ എനിക്കൊരു കമ്മീഷണർ ആക്കാൻ പറ്റിയില്ല. ഒരു കോൺസ്റ്റബിളെങ്കിലും ആക്കാനുള്ള ഒരു അവസരം തരുവോടാ കാലന്മാരെ.